വെടികൊണ്ട് വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം നിൽക്കുന്നത് വീട്ടിലെ പ്രശ്നം നാട്ടിലെ അറിയിച്ച് പ്രശസ്തി കൊണ്ട് പ്രശസ്തി നേടിയ നമ്മുടെ സ്വന്തം പ്രശ്നമൊക്കെ നിന്റെ തുപ്പലം തീർക്കുന്നുണ്ട്. പറയാട്ടോ ചേട്ടനെ, നിന്റെ തുപ്പലം തീർക്കുന്നുണ്ട്. എന്താണ് ഒരു മാസ്ക് ഒക്കെ ഇട്ട് വരണ്ടേ ഇന്റർവ്യൂ ചെയ്യാൻ? സാനിറ്റൈസർ എന്താണ് ചേട്ടൻ്റെ വീട്ടിലെ പ്രശ്നം? ഇപ്പൊ നിലവിൽ ഞാനിപ്പോൾ പെങ്ങളായിട്ട് ഇഷ്യൂ ആണ് തരംഗമായിട്ട് നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. ഞാനൊരു കല്യാണം കഴിച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനിപ്പോൾ പെങ്ങളായിട്ടാണ് ഈ ചാനലായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് അവൾക്ക് 200 രൂപ വിഹിതം കൊടുത്തിട്ടുള്ളൂ എന്നാണ് അവൾ പറയണത്. എനിക്ക് കിട്ടണമെന്നല്ല കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ 1 ലക്ഷം രൂപ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അത് ഞാനിങ്ങനെ 1000 രൂപ അവൾക്ക് കൊടുക്കുക. 200 രൂപ കൊടുത്തു. ഈ കാര്യത്തിൽ ചേട്ടനെ അമ്മ ചേട്ടനെ സപ്പോർട്ട് ചെയ്യാണ്ട് എന്തുകൊണ്ട് പെങ്ങളെ സപ്പോർട്ട് ചെയ്യണം? കിളവിക്ക് വട്ടാണ്. ഇപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും വൃത്തിയിൽ കിട്ടണമല്ലോ. അമ്മയാണ് വീട്ടിൽ ഫുഡും കാര്യങ്ങളൊക്കെ വെക്കണത്. അപ്പോൾ ഞാനതെപ്പോഴും നോക്കാറുണ്ട് വൃത്തിയിലാണോ. ഇപ്പം ഞാനൊരു കല്യാണം കഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയും ഭയങ്കര വൃത്തിയുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇപ്പോൾ അമ്മയുടെ വൃത്തി നോക്കണം. മറ്റേത് ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ അമ്മയ്ക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വൃത്തി കുറയ്ക്കാം. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും നോക്കുമ്പോൾ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും വൃത്തിയിൽ ചെയ്ത് കൂടെ? അമ്മേനെ അപ്പോൾ വെറുതെ ഇരുത്തി കൂടെ? സുഹൃത്തെ, ഒരു വൃത്തിയുള്ള ആൾക്ക് എന്തൊക്കെ പരിപാടി ഉണ്ട്. രാവിലെ എനിക്ക് കഴിഞ്ഞാൽ ചവിട്ടിയിൽ പൂച്ചപ്പൊടി ഉണ്ടോ നോക്കണ്ടേ. പിന്നെ ഇട്ട പേപ്പർ ടൈൽസിൽ നിന്ന് പൊടിയായിട്ടോ നോക്കണം. അതിൽ ബൈക്കിൽ പട്ടി മൂത്രയിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് തന്നെ കഴിപ്പിക്കണം. പൂച്ച കാട്ടിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് തന്നെ മൂടിപ്പിക്കണം. പിന്നെ നാട്ടിൽ പൊതുവെ ഒരു കരക്കമ്മിയുണ്ട്, പൂച്ച സാറ് ഭയങ്കര വൃത്തിയുള്ള ആളാണ്. പൂച്ചയ്ക്ക് അധികം വൃത്തിയൊന്നുമില്ല, ചിലതൊക്കെ മൂടാണ്ടൊക്കെ പോകാറുണ്ട്. എന്നെ പോലെ വൃത്തിയുള്ള ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അച്ഛനെ കൊണ്ട് അരി കഴിപ്പിക്കണം. ഓരോ അരിയും തിളച്ച വെള്ളത്തിലിട്ട് സെപ്പറേറ്റ് ചെയ്ത് കഴിക്കണം. ഇതൊക്കെ കഴിക്കാനുള്ള സാധനമല്ലേ സുഹൃത്തെ. ഇതൊക്കെ നോക്കി നടത്തി തല പെരുത്തിരിക്കുകയായിരിക്കും. അപ്പോൾ സ്നേഹത്തിൻ്റെ പേരിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ല. സ്നേഹത്തിൻ്റെ പേരിൽ 2 ഉരുള ഭാര്യ വരുത്തരും. ഞാനത് സ്നേഹത്തോടെ അത് ആ തള്ള അവിടെ നിന്ന് നോക്കും. ആ തള്ളക്ക് അത് ഇഷ്ടമല്ലാന്ന് സുഹൃത്തെ. അമ്മ പറയാ കയ്യിന് സ്വാധീനില്ലേ, നിനക്ക് വാരി കഴിച്ചൂടെന്ന്. ഈ അമ്മ പറയണ ആള് ചെറുപ്പത്തിൽ വാരി തന്നിട്ടില്ലേ? അപ്പൊ ഇവിടെ എന്തെങ്കിലും കൊണ പറയാൻ വന്നിട്ടുണ്ടാ? നമ്മ റിവെഞ്ച് എടുക്കാന്ന്. നിങ്ങൾക്ക് അറിയാലോ. പിന്നെ 2 മലയല്ല 4 മലയല്ല 6 മലയും ചേരില്ല. നിങ്ങൾ റീച്ചിന് വേണ്ടി പറയല്ലേ? അതോ നിങ്ങൾ ഒത്തുതീർപ്പാവോ? അതുണ്ടാവില്ല. പെങ്ങൾ പഴയാണ്. അവൾക്ക് 1 റിലേഷൻ കഴിഞ്ഞാൽ അടുത്ത റിലേഷൻ. അതെന്താണ്? അതിനിപ്പോൾ എന്താ കുഴപ്പം? ഞാനും എൻ്റെ ഭാര്യയും കൂടി വിദേശത്തേക്ക് പോകാൻ കുറച്ച് സ്വർണ്ണം അവളുടെ അടുത്ത് ചോദിച്ചു. അവൾ തരാൻ പറ്റില്ലാന്ന്. സുഹൃത്തെ, ഞാനിപ്പോൾ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഫേമസ് ആയിട്ട് ഒരാളല്ലേ. മിനിമം ഒരു ഫോർച്യൂണർ ഇല്ലാണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? അതെൻ്റെ പെങ്ങൾ മനസ്സിലാക്കണ്ടേ. അണ്ണന് ഇപ്പം എന്തിനാ ഫോർച്യൂണർ ആറ്? അണ്ണൻ ഫുൾ ടൈം എയറിലല്ലേ? അച്ഛൻ വരണ്ടേ? അച്ഛൻ്റെ കൂടെ നിൽക്കുള്ളൂ. പറയാച്ച, നിന്റെ അടുത്ത് ഞാൻ പലവട്ടം പറയണ്ടേ, വൃത്തി നോക്കി നീ ബാത്റൂമിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാലോ മറ്റുള്ളവർക്ക് കയറണമെങ്കിൽ കുന്തിരിക്കാൻ പോയിക്കണം. ഇന്നേക്കുള്ളതായിട്ട് നിന്റെ അടുത്ത് ഞാൻ 1000 വട്ടം പറയുന്നുണ്ട് ബാത്റൂമിൽ കയറി തൂറി വഴി കഴിഞ്ഞാൽ ഫ്ലഷ് അടിക്കണമെന്ന്. ഫ്ലഷ് അടിക്കണം. എന്നിട്ട് ഉണ്ടാക്കുന്നില്ല ഇന്റർവ്യൂ. അത് വൃത്തിയിലേ പെടില്ലല്ലോ, അത് മറവിലേ പെടാം. ഹെയറിന് ഞാൻ ഇപ്പോൾ ശൂന്യാവസ്ഥത്താണോ? കട്ട് പോരാത്തന് ഇവന്റെ പെങ്ങൾ പറഞ്ഞ് കറക്റ്റാണ്ട മോനെ. ഇവൻ വൃത്തി പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇവൻ ഒരു വൃത്തിയില്ലാത്തവനാണ്.